നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പത്താം സമ്മേളനത്തിൻ്റെ 10ാം ദിവസമായ ഇന്ന് ബജറ്റിന്മേലുള്ള പൊതുചർച്ച സഭയിൽ പൂർത്തിയായി. ചോദ്യോത്തരവേളയിൽ ഇന്ന് ചോദ്യങ്ങളുടെ പട്ടികയിലെ 6 ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ സഭയിൽ വാക്കാൽ മറുപടി പറഞ്ഞത്. സാംസ്കാരിക സമുച്ചയങ്ങളുടെ നിർമ്മാണ പുരോഗതി, മത്സ്യത്തൊഴിലാളികളുടെ യാനങ്ങൾക്കും ഉപകരണങ്ങൾക്കും ഇൻഷുറൻസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ് നടത്തുന്ന പ്രവർത്തനങ്ങൾ, സ്റ്റാർട്ടപ്പ് സിറ്റി പദ്ധതി, മത്സ്യസംസ്കരണ മേഖലയെ മികച്ച വരുമാനദായകമാക്കുവാൻ നടപടി, കുടിവെള്ള ഗുണനിലവാര പരിശോധനാ ലാബുകൾ എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. സംസ്ഥാനത്ത് ചലച്ചിത്ര വികസനത്തിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കുള്ള സിനിമാ നിർമ്മാണ സബ്സിഡി 1.5 കോടി രൂപയായി ഉയർത്തിയിട്ടുണ്ടെന്നും മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. ചിത്രാഞ്ജലി സ്റ്റുഡിയോ 150 കോടി രൂപയ്ക്ക് നവീകരിച്ച് കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഷൂട്ടിംഗ് കേന്ദ്രമാക്കി നിർമ്മാണം ആരംഭിച്ചു എന്ന സന്തോഷകരമായ കാര്യം ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർ, അതിന് മാത്രമല്ല ഇവിടെ നമ്മൾ കാണേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം സമീപനം സ്വീകരിക്കുമ്പോൾ ഇവിടെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടും ബദൽ സമീപനം സ്വീകരിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾ, പട്ടികജാതി, പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുകയാണ് സാർ. അതിൻ്റെ ഭാഗമായി KSFDC മുഖേന ഒരു ചിത്രത്തിന് വനിതകൾ നിർമ്മിക്കുന്ന ഒരു ചിത്രത്തിന് 1.5 കോടി രൂപ മുടക്കി 2 ആളുകൾക്ക് സിനിമ നിർമ്മിക്കുന്നതിനുള്ള നടപടി ഇവിടെ സ്വീകരിച്ചു. അത് സിനിമ ഷൂട്ട് ചെയ്ത് പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. വിദ്യാർത്ഥികളിൽ ഭരണഘടനയെക്കുറിച്ചും പാർലമെന്ററി സംവിധാനത്തെക്കുറിച്ചും കൂടുതൽ ബോധവൽക്കരിക്കുന്നതിന് പാർലമെന്ററി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ നടപടികൾ കൈക്കൊണ്ടുവരികയാണെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. സ്റ്റുഡൻസ് പാർലമെന്റ് സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും വിളിച്ചു ചേർക്കും എന്നും മന്ത്രി അറിയിച്ചു. സ്കൂൾ കോളേജ് തലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും ജനാധിപത്യ സംവിധാനങ്ങളെക്കുറിച്ചും നമ്മുടെ വികസനത്തെക്കുറിച്ചും ഒക്കെ തന്നെ നല്ല അവബോധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള പരിശീലന പരിപാടികളാണ് ഇപ്പോൾ പാർലമെന്ററി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്നത്. അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നു. വനിതാ മത്സ്യത്തൊഴിലാളികൾക്ക് KSRTCയുമായി ചേർന്ന് യാത്രാ സൗകര്യം ഏർപ്പെടുത്തിയ പദ്ധതി വൻ വിജയമാണെന്നും ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. എല്ലാ മത്സ്യത്തൊഴിലാളികളെയും ബോധവൽക്കരണത്തിലൂടെ ഇൻഷുറൻസ് പരിധിയിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. തീരദേശത്ത് വിവിധ സ്ഥലങ്ങളിലേക്ക് തിരിച്ചും യാത്ര ചെയ്യുന്ന മത്സ്യത്തൊഴിലാളി വനിതകൾക്ക് അവർക്ക് ആവശ്യമായ യാത്രാ സൗകര്യം, അവർ ഓട്ടോറിക്ഷകളെയാണ് സാർ ആശ്രയിച്ചിരുന്നത്. രാത്രിയും പകലും പല സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്ന ഇവർക്ക് അമിതമായ സാമ്പത്തിക ചെലവാണ് സാർ ഉണ്ടായിരുന്നത്. അവർക്ക് രാത്രികാലങ്ങൾ തിരികെ പോകാൻ വാഹനം ലഭ്യമല്ലാത്ത സ്ഥിതിയും അതുവഴി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം പരിഗണിച്ച് KSRTCയുമായി ചേർന്ന് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി തിരുവനന്തപുരം ജില്ലയിൽ സൗജന്യമായി മത്സ്യബന്ധന വകുപ്പും കൂടി ചേർന്ന് മാതൃകാ ബസ് സർവീസ് എന്ന നിലയിൽ സമുദ്ര എന്ന സംവിധാനം ഏർപ്പെടുത്തി സാർ. ജല ഗുണനിലവാരം പരിശോധിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ലാബുകളെയും ഉപയോഗിക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ജല ഗുണനിലവാരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യാപകമാകുമ്പോൾ നമുക്ക് +2 സ്കൂളുകളെ കെമിസ്ട്രി ലാബിൻ്റെ സൗകര്യമുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ MLA ഫണ്ടോ മറ്റിതര ഫണ്ടുകളോ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ലാബുകളുടെ പ്രവർത്തനം കുറേ കൂടി സജ്ജമാക്കിയെടുത്താൽ നമുക്ക് കുറേ ആൾക്കാർക്ക് പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള അവസരങ്ങൾ രൂപപ്പെടുത്തുന്നതിനും സാധിക്കും. സംസ്ഥാനത്തെ കാർഷിക മേഖല പ്രതിസന്ധിയിലാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചു. കാർഷിക വിളകളുടെ വിലയിടിവും ഉൽപ്പാദന ചെലവിലുണ്ടായ വർധനവും കടബാധ്യതയും സർക്കാർ അവഗണിക്കുന്നതായും തന്മൂലം കർഷക സമൂഹം പ്രതിസന്ധി നേരിടുന്നതായും പറയപ്പെടുന്ന സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ശ്രീ കുറുക്കോളി മൊയ്തീനും മറ്റ് 5 പേരുമാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ട് നോട്ടീസ് നൽകിയത്. റൂൾ 50 ഓർഡർ അടിയന്തര പ്രമേയം കാർഷിക വിളകളുടെ വിലയിടിവും ഉൽപാദന ചെലവിലുണ്ടായ വർധനവും കടബാധ്യതയും സർക്കാർ അവഗണിക്കുന്നതായും തന്മൂലം കർഷക സമൂഹം പ്രതിസന്ധി നേരിടുന്നതായും പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന പ്രമേയം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ കുറുക്കോളി മൊയ്തീൻ, എൽദോസ് പി കുന്നപ്പള്ളിൽ, മോൻസ് കെ ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ കർഷകർ ദാരിദ്ര്യത്തിലാണെന്നും സർക്കാർ ആനുകൂല്യങ്ങളും സബ്സിഡികളും കർഷകരുടെ കൈകളിലേക്ക് എത്തുന്നില്ലെന്നും കുറുക്കോളി മൊയ്തീൻ ആരോപിച്ചു. രാജ്യത്തെ കർഷകർ പൊതുവെ വളരെയേറെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുന്ന ഒരു ഘട്ടത്തിലാണുള്ളത്. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായി
2020 രൂപീകരിച്ച 3 കരിനിയമങ്ങൾക്കെതിരായി ചരിത്രത്തിൽ തന്നെ പറഞ്ഞു കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഐതിഹാസികമായ സമരങ്ങൾക്കാണ് സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന സമരം ഇന്ദ്രപ്രസ്ഥത്തിൽ അരങ്ങേറിയത്. കർഷകർക്ക് എല്ലാവിധ സഹായങ്ങളും ഗവൺമെന്റ് നൽകുകയാണെന്നും കൂടുതൽ തുക അനുവദിച്ച് കാർഷിക മേഖല പുഷ്ടിപ്പെടുത്തുവാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. കർഷകർക്ക് എല്ലാവിധ സഹായങ്ങളും ഗവൺമെന്റ് നൽകുകയാണെന്നും കൂടുതൽ തുക അനുവദിച്ച് കാർഷിക മേഖല പുഷ്ടിപ്പെടുത്തുവാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. വിഷയം അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ എൻ ഷംസീർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. അതുകൊണ്ട് കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കുന്ന കർഷകരെ ചേർത്ത് നിർത്തുന്ന സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു പ്രമേയം സഭ അദ്ദേഹം അവതരിപ്പിച്ചു. ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരിക്കൽ കൂടി പറയും. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയുടെ വിശദീകരണ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നു. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി നൽകി. വേമ്പനാട്ട് കായലിലേക്കുള്ള കൈവഴി തോടുകൾ ശുദ്ധീകരിക്കുന്നതിന് പ്രത്യേക പദ്ധതി സംബന്ധിച്ച് തോമസ് കെ തോമസ് അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി റോഷി അഗസ്റ്റിനും ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മോൻസ് ജോസഫ് അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മുഖ്യമന്ത്രി പിണറായി വിജയനും മറുപടി പറഞ്ഞു. AC കനാൽ ദീർഘിപ്പിക്കുന്നത് പഠിച്ച് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ സഭയെ അറിയിച്ചു. AC കനാൽ നീട്ടി കായലിലേക്ക് വെള്ളം ഒഴുക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി കാണുന്നു. അതിനാവശ്യമായ ഒരു ആലോചനാ യോഗം ബഹുമാനപ്പെട്ട MLA-മാരുടെ സാന്നിധ്യത്തിൽ നമ്മളിവിടെ ഒന്ന് ചേർന്നിരുന്നു. അതിൻ്റെ ഭാഗമായി നെടുമുടി വരെ AC കനാൽ ദീർഘിപ്പിക്കുന്നതിനും പള്ളാതുരുത്തി വരെ അത് തുടർന്ന് കൊണ്ടുപോകുന്നതിനാവശ്യമായ പഠനം നടത്താൻ IIT-യെ ചുമതലപ്പെടുത്തുന്ന ഒരു നിലയാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതകം ശരിയായി അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും മറുപടി പറഞ്ഞു. വ്യക്തമായ തെളിവുകളും CCTV ദൃശ്യങ്ങളും പരിശോധിച്ച് കാര്യക്ഷമമായും സമയബന്ധമായും അന്വേഷണം പൂർത്തിയാക്കിയാണ് കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ഇതിനിടെയാണ് ഡോക്ടർ വന്ദനദാസിൻ്റെ മാതാപിതാക്കൾ കേസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും കേസ് CBIക്ക് വിടണമെന്നും ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുന്നത്. ഇതിനോടകം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതിനാലും മറ്റു പ്രത്യേക കാരണങ്ങൾ കണ്ടെത്താൻ കഴിയാത്തതിനാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഹർജി നിരസിച്ചിട്ടുണ്ട്. 15 സബ്മിഷനുകൾക്കാണ് ഇന്ന് സഭയിൽ മറുപടി നൽകിയത്. എൻഡോസൾഫാൻ ഇരകൾ ഇപ്പോഴും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്. കേരളത്തിൻ്റെ നോവായി ഇന്നും എൻഡോസൾഫാൻ ദുരിതബാധിതർ നിൽക്കുകയാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ശാരീരികവും മാനസികവുമായ പുരോഗതി ലക്ഷ്യമാക്കി വിഭാവനം ചെയ്ത കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തൊഴിൽ സേനയിൽ ഒരു വലിയ വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നവരാണ് ഗിഗ് തൊഴിലാളികൾ. ലക്ഷക്കണക്കിന് വരുന്ന ഈ തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനും അവർക്ക് സുരക്ഷിതത്വം ഏർപ്പെടുത്തുന്നതിനും ഒരു നിയമനിർമ്മാണം കൊണ്ടുവരിക എന്നത് ഒരു ജനാധിപത്യ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അവർക്കൊരു ക്ഷേമ പദ്ധതിക്ക് രൂപം നൽകണം. അതിനാവശ്യമായ നിയമനിർമ്മാണം നടത്താൻ നടപടി സ്വീകരിക്കണമെന്ന് ഈ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രീ നന്ദകുമാർ ഇവിടെ ഉന്നയിച്ചത്. ഇത് നിയമനിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കും. മറ്റ് ഇവർക്ക് എന്തെല്ലാം സംരക്ഷണം കൊടുക്കാൻ കഴിയുമോ ആ സംരക്ഷണം മുഴുവൻ ഈ ഗിഗ് വർക്കേഴ്സിന് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് പരിഗണനയിലാണ് എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ അറിയിക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അധീനതയിലുള്ള 15.5 സെൻറ്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസ്തുത കെട്ടിടം പൊളിച്ചു മാറ്റി കെട്ടിടം പണിയുന്നതിനാവശ്യമായ ഫണ്ട് അനുവദിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം എന്നതാണ് സാർ എൻ്റെ സബ്മിഷൻ. പൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിർത്തിവെക്കണം. അതവിടെ തുടരുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. സർ, കോട്ടയം നിയോജക മണ്ഡലത്തിലെ പനച്ചിക്കാട് പഞ്ചായത്തിൽ കഴിഞ്ഞ 12 കൊല്ലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സപ്ലൈകോയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. സർ, ഇപ്പോൾ ആ ഔട്ട്ലെറ്റ് പൂട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ ചില ഇൻഫർമേഷൻസൊക്കെ കിട്ടിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ച സാഹചര്യത്തിൽ പ്രസ്തുത ഔട്ട്ലെറ്റ് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് പഞ്ചായത്തിൻ്റെ കൂടി സഹകരണം സപ്ലൈകോ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന കണ്ണാടി പന്നിക്കോട് റോഡ് കിഫ്ബി മുഖാന്തരം നവീകരിക്കാൻ തീരുമാനിച്ച 1ാം പിണറായി സർക്കാരിൻ്റെ തീരുമാനം നടപ്പാക്കണമെന്ന അഭ്യർത്ഥനയാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ പ്രവൃത്തി മുന്നോട്ട് പോയ സാഹചര്യത്തിൽ അതുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ കിഫ്ബി അനുമതി നൽകിയിട്ടുണ്ട്.
ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പുനരാരംഭിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിന് 1,42 ലക്ഷം രൂപയുടെ റീസർഫസിംഗ് പ്രവൃത്തി നടത്തിയിരുന്നു. അതിന് DLP നിലനിൽക്കുന്നുണ്ട്. ചട്ടം 118 അനുസരിച്ച് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ സഭയിൽ ഗവൺമെന്റ് പ്രമേയം അവതരിപ്പിച്ചു. പ്രമേയം സഭ ഭേദഗതികളോടെ പാസാക്കി. ചട്ടം 118 സംബന്ധിച്ചുള്ള അനുസരിച്ചുള്ള പ്രമേയം ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രിക്ക് അവതരിപ്പിക്കാവുന്നതാണ്. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തടയുവാൻ നിലവിലുള്ള നിയമങ്ങൾ കാലാനുസൃതമായി ഭേദഗതി ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കുവാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയമാണ് വനമന്ത്രി AK ശശീന്ദ്രൻ അവതരിപ്പിച്ചത്. വന്യജീവി നിയമത്തിന് കീഴിൽ പുറപ്പെടുവിച്ചുള്ള ചട്ടങ്ങളും നടപടിക്രമങ്ങളും ഉപദേശങ്ങളും മാനദണ്ഡങ്ങളും ലഘൂകരിക്കുന്നതിന് ആവശ്യമായ പ്രായോഗിക വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പ്രസ്തുത കേന്ദ്ര നിയമം കാലാനുസൃതമായി ഭേദഗതി ചെയ്ത് വന്യജീവി അക്രമം തടയുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാനും കാട്ടുപന്നിയെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ 62-ാം വകുപ്പ് പ്രകാരം ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും ഈ സഭ ഐക്യകണ്ഠേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച പ്രമേയം പാസ്സാക്കാമെന്ന വർഷത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, പ്രമേയം സഭ ഐക്യകണ്ഠേന പാസ്സാക്കിയിരിക്കുന്നു. ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് സഭയിൽ പൂർത്തിയായി. പൊതുചർച്ചയിൽ 11 അംഗങ്ങളാണ് ഇന്ന് പങ്കെടുത്ത് സംസാരിച്ചത്. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുമ്പോഴാണ് സംസ്ഥാനത്തിൻ്റെ സേവന മേഖലയെയും പശ്ചാത്തല മേഖലയെയും പരിപോഷിപ്പിക്കാൻ ലക്ഷ്യമിട്ട് മികച്ചൊരു ബജറ്റ് ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത്. കേരളം നേരിടുന്ന സമാനതകളില്ലാത്ത ധനകാര്യ പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണങ്ങൾ പരിശോധിക്കാനോ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനോ അതിനാവശ്യമായ ധനപരിഷ്കരണങ്ങൾ പ്രഖ്യാപിക്കുന്നതിനോ ബജറ്റിൽ നടപടികൾ ഉള്ളതായി കാണുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ശത്രുതാപരമായ സമീപനം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ സംസ്ഥാനത്തെ സാമ്പത്തിക ഉപരോധത്തിലാണ് തള്ളിവിട്ടിരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ സാമ്പത്തിക തകർച്ച മുഴുവനായും ചിത്രീകരിക്കുന്ന ഒരു ബജറ്റാണ് സർ ഇവിടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ബജറ്റ് നിർദ്ദേശങ്ങൾ എതിർക്കുകയാണ് സർ. കേരളത്തിൻ്റെ വികസന സാധ്യതകൾ പരമാവധി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നല്ല നിർദ്ദേശങ്ങളാണ് 2024-25 ബജറ്റ് ബഹുമാനപ്പെട്ട ധനമന്ത്രി അവതരിപ്പിച്ചത്. കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ കഴിയുന്ന തരത്തിലാണ് ഈ ബഡ്ജറ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സാറേ, ബജറ്റ് പ്രൊവിഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനാണ്. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്. സാർ, അതിനൊരു സാങ്ക്ടിറ്റി ഉണ്ട്, ഒരു പവിത്രതയുണ്ട്. ആ പവിത്രത ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സും പ്രതിപക്ഷ വിമർശനവും കുത്തി നിറച്ച് ആ പവിത്രത ഇല്ലാതാക്കി. ചർച്ചയിൽ ഉയർന്നു വന്ന വിഷയങ്ങൾക്ക് മന്ത്രി KN ബാലഗോപാൽ മറുപടി പറഞ്ഞു. സർ, നമ്മുടെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് കഴിഞ്ഞ വർഷത്തെ ഉൽപ്പാദന വളർച്ചയെപ്പറ്റി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 6.6%. പ്രതിശീർഷ വരുമാനം റിയൽ ടൈംസിൽ കോൺസ്റ്റന്റ് പ്രൈസിൽ 1,74,214 രൂപയായി ആളോഹരി വരുമാനം കൂടി. കഴിഞ്ഞ വർഷത്തെക്കാളും വലിയ നല്ല വർധനയുണ്ട്. 2023-24 സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള അന്തിമ ഉപധനാഭ്യർത്ഥനകളെ സംബന്ധിക്കുന്ന ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് സഭയിൽ നടന്നു. ഞാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പറയുന്നത്, കേരളത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പദമാണ് അങ്ങയുടെ പേരിൽ ഫ്രം യുവർ വിജയൻ എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കണമെന്നുള്ള ആഗ്രഹം ഈ ദിനത്തിൽ എല്ലാവർക്കും ഉണ്ടെങ്കിലും നമുക്കെല്ലാവർക്കും അറിയാം, ഇതുവരെ ജനങ്ങളെ സംരക്ഷിക്കുന്ന, നീതിയുടെ കിരീടം കാണിക്കുന്ന, സ്നേഹത്തിൻ്റെ നന്മയുടെ ഒരു വശം പോലും ഇല്ലാത്ത ഒരു ഗവൺമെൻറ്റായി ഈ ഗവൺമെൻറ് മാറുന്നു എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. നികുതി ഇനത്തിൽ 65 രൂപ സംസ്ഥാനം പിരിച്ചെടുത്താൽ 35 രൂപ കേന്ദ്രം നൽകണം എന്നതാണ് കേന്ദ്ര ശരാശരി. പക്ഷേ കേരളം 79 രൂപ തനത് നികുതിയായി പിരിച്ചെടുക്കുമ്പോൾ കേന്ദ്രം തരുന്നത് 21 രൂപ. അതായത് 100-ൽ 21 രൂപയാണ് കേന്ദ്ര സംഭാവന. ഉത്തർപ്രദേശിൽ 100-ൽ 46-ഉം ബീഹാറിൽ 100-ൽ 70 രൂപയുമാണ് സർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ഫൈനാൻസ് റിപ്പോർട്ടിലെ കണക്കാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്. ഞങ്ങൾ പറഞ്ഞു ബജറ്റാണ് ചർച്ച ചെയ്യുന്നത്, എങ്കിൽ പോലും ഇത് കേരളത്തെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പ്രശ്നമാണ്. നാളെ വേണോ? ഞങ്ങൾ റെഡി. അതുകൊണ്ടാണ് ഇന്ന് ധനകാര്യമന്ത്രിയാണല്ലോ ഇവിടെ ഇപ്പോൾ ഈ സമയത്ത്, നാളെയും ബില്ല് അവതരിപ്പിക്കേണ്ടതാണല്ലോ. പക്ഷേ ഈ നാടിനെ ഞങ്ങളെ സംബന്ധിച്ചല്ല, കേരളത്തിൻ്റെ മുഴുവൻ ജനങ്ങളുടെ, നിങ്ങൾ പറഞ്ഞതുപോലെ ഭാവിയിൽ വരാനിരിക്കുന്ന തലമുറയുടെ അവകാശത്തിൻ്റെയും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കും വേണ്ടിയാണ് ഞങ്ങൾ വില കൊടുക്കുന്നത്. ഉപധന അഭ്യർത്ഥന പാസ്സായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്.
ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.